ബയോമോളിക്യൂൾസ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പോളിസാക്കറൈഡുകൾ. ഇത് സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രിയിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഭാഗമാണ്. ഇതിന്റെ മാർക്ക് ഇനി നമ്മൾ കളയില്ല. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. പോളിസാക്കറൈഡ് മാത്രമാണ് ഒരു പാർട്ടായിട്ട് ബയോമോളിക്യൂളിൽ കൊടുത്തത് എങ്കിലും രണ്ട് മോണോസാക്കറൈഡ്സിനെ പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡൈസാക്കറൈഡ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളും നമ്മൾ നീറ്റ് പോലുള്ള പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പരിചയപ്പെട്ട് ബേസിക്സിൽ നിന്നും തുടങ്ങി പോയാലേ നമുക്ക് കറക്റ്റായിട്ട് പോളിസാക്കറൈഡ്സ് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അതിന്റെ ബേസിക്സ് മുതൽ ഇച്ചിരി ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരുന്നാൽ മതി, കാര്യങ്ങൾ പഠിച്ചിരിക്കും. റെഡിയല്ലേ? സാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഷുഗേഴ്സ് എന്നാണ് അർത്ഥം. ഈ ഷുഗേഴ്സ് അല്ലെങ്കിൽ സാക്കറൈഡ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിനെ നമുക്ക് കാർബോഹൈഡ്രേറ്റുകൾ എന്ന് വിളിക്കാം. കാർബോഹൈഡ്രേറ്റുകൾ എന്നുള്ള പേരിൽ തന്നെ അതിന്റെ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ ബയോമോളിക്യൂൾസ് ആണ്. ഇതിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ 2:1 ആയിരിക്കും. 2:1 എന്ന് പറഞ്ഞാൽ H2O തുല്യമല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാർബൺ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം വാട്ടറിനെ പോലെയാണ്. അപ്പൊ കാർബണിലേക്ക് വെള്ളം ചേർത്തതുപോലുള്ള കോമ്പൗണ്ട്സിനെയാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാർബണിനെ ഹൈഡ്രേറ്റ് ചെയ്തതുപോലുള്ള കോമ്പൗണ്ട്സ് അല്ലേ കാർബോഹൈഡ്രേറ്റുകൾ? പക്ഷെ ഒരു കാര്യം മറക്കണ്ട, കാർബണിലേക്ക് വെള്ളം ചേർത്താൽ ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് കിട്ടില്ല. പേരിലെ കണക്ഷൻ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ടിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഷുഗേഴ്സിന്റെ പേരുകളൊക്കെ OSCയിലാണ് അവസാനിക്കുക. നിങ്ങൾക്കറിയാം, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സെല്ലുലോസ് ഇങ്ങനെയാണല്ലോ അവസാനിക്കുക. അതേപോലെ തന്നെ ഈ പേരുകളിൽ അതിനെ പറ്റി, ആ ഷുഗറിനെ പറ്റിയുള്ള സൂചനകളും ഉണ്ടാവും. ഉദാഹരണത്തിന് ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്ന ഷുഗറാണ്. ഷുഗർ കെയിനിൽ നിന്ന് കിട്ടുന്ന ഷുഗറിന്റെ പേരാണ് ഷൂക്രോസ്. മിൽക്കിൽ നിന്ന് കിട്ടുന്ന ഷുഗറിന്റെ പേരാണ് ലാക്ടോസ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സൂചനകൾ അതിന്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാവേ. ഇനി കാർബോഹൈഡ്രേറ്റ്സിന്റെ കൂട്ടത്തിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോംസിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കുക. സിമ്പിൾ യൂണിറ്റ്സ്, അതാണ് മോണോസാക്കറൈഡ്സ്. അതായത് ഈ മോണോസാക്കറൈഡ്സിനെ ഇനിയും ബ്രേക്ക് ചെയ്താൽ നമ്മൾക്ക് അതിനേക്കാൾ ചെറിയ ഒരു ഷുഗർ കിട്ടൂല. അപ്പൊ അങ്ങനത്തെ സിംപ്ലസ്റ്റ് വെർഷൻസിനെയാണ് നമ്മൾ മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കുക. ഈ മോണോസാക്കറൈഡ്സ് ഒക്കെ തന്നെ ആൾഡോസ് ഷുഗേഴ്സോ അല്ലെങ്കിൽ കീറ്റോസ് ഷുഗേഴ്സോ ആയിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുകിൽ ആൽഡിഹൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് അടങ്ങിയ ഷുഗേഴ്സ് ആയിരിക്കും. കെമിക്കലി പറയുകയാണെങ്കിൽ ഈ ഷുഗേഴ്സ് ഒക്കെ തന്നെ പോളിഹൈഡ്രോക്സി കീറ്റോസോ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡോസസോ ആണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ കാണാം, കുറെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഒന്നുകിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ്. സെറ്റല്ലേ? ഈ മോണോസാക്കറൈഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാർബണാറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ചാണ്. ഉദാഹരണത്തിന് 3 കാർബണാറ്റമുള്ള ഒരു മോണോസാക്കറൈഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രയോസ് എന്നാണ് വിളിക്കുക. 4 എണ്ണമാണെങ്കിൽ ടെട്രോസ്, 5 എണ്ണമാണെങ്കിൽ പെൻഡോസ്, 6 എണ്ണമാണെങ്കിൽ ഹെക്സോസ്. ഇങ്ങനെ പോകും. അതിൽ നമുക്ക് പഠിക്കാനുള്ള 2 എണ്ണമാണ് പെൻഡോസും ഹെക്സോസും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ആ സ്ട്രക്ചറുകൾ കൊടുത്തിരിക്കുന്ന പേജിൽ ആദ്യത്തെ 2 സ്ട്രക്ചറാണ്. ഇത് പഠിച്ചു വെക്കലും നിർബന്ധമാണ്. അപ്പൊ അതിൽ പെൻഡോസ് ഷുഗർ റൈബോസ് ആണ്, ഹെക്സോസ് ഷുഗർ ഗ്ലൂക്കോസ് ആണ്. ഷുഗേഴ്സിനെ പറ്റിയുള്ള സൂചന അതിന്റെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ RNA ഉള്ള ഷുഗറിന്റെ പേരാണ് റൈബോസ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA ഉള്ള ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ്. സെറ്റല്ലേ? ഇനി ആ റൈബോസിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനകത്തുള്ള സെക്കൻഡ് പൊസിഷനിൽ നിന്നും ഒരു ഓക്സിജൻ പോയാൽ ഓക്സിജൻ പോയ റൈബോസായി. ഓക്സിജൻ പോകുന്നതിനെ ഡിയോക്സിജനേഷൻ എന്നല്ലേ വിളിക്കുക. അങ്ങനെ ഡിയോക്സിജനേഷൻ നടന്ന റൈബോസിന്റെ പേരാണ് എന്ത്? ഡിയോക്സി റൈബോസ്. ഇത്രേ ഉള്ളൂ റൈബോസും ഡിയോക്സി റൈബോസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലൊക്കെ ഗുണകരാവും. അപ്പോൾ അതും നിങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഹെക്സോസിലേക്ക് വരാം. ഹെക്സോസ് എന്ന് പറയുമ്പോൾ 6 കാർബണാറ്റുള്ള ഷുഗേഴ്സ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മോളിക്കുലർ ഫോർമുല C6H12O6 ആയിരിക്കും. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേ മോളിക്കുലർ ഫോർമുലയിൽ തന്നെയാണ് ഗ്ലൂക്കോസ് ഉള്ളത്, അതേപോലെ ഫ്രക്ടോസ് ഉള്ളത്, ഗാലക്ടോസ് ഉള്ളത്. ഇതിന്റെ 3ന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇവയ്ക്ക് 3നും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരേ മോളിക്കുലർ ഫോർമുലയുള്ള പക്ഷേ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുള്ള മോളിക്യൂൾസിന് നിങ്ങളൊരു പേര് പഠിച്ചിട്ടുണ്ട്. അറിയുന്ന എത്ര പേരുണ്ട്?
അറിയുന്ന ആൾക്കാർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവേ. അറിയാത്ത ആൾക്കാർ ചോദിച്ചാൽ മതി, ഉത്തരം ഞാൻ തരും. റെഡിയല്ലേ? ഈ കൂട്ടത്തിൽ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. മറക്കരുത്, റിംഗ് സ്ട്രക്ചറാണ് ചോദിക്കുക. അപ്പൊ അത് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെച്ചേക്കണം. ബോർഡ് എക്സാമിനും നീറ്റ് പരീക്ഷയ്ക്കും ഒക്കെ സാധ്യതയുള്ള സംഭവമാണ്. ഇനി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ 2 മോണോസാക്കറൈഡുകളെ നമ്മൾ കണ്ടു, റൈബോസും ഗ്ലൂക്കോസും. ഇനി ഇങ്ങനെയുള്ള മോണോസാക്കറൈഡുകൾ 2 ചേർന്നാൽ അതിനെ നമുക്ക് ഡൈസാക്കറൈഡ്സ് എന്ന് വിളിക്കാം. സിമ്പിൾ അല്ലേ? 2 ഷുഗർ മോളിക്യൂൾസ് ചേർന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ്. ബോണ്ട് മറക്കരുത്, ഇനിയും ആവശ്യം വരുന്ന സംഭവമാണ്. അപ്പൊ ഷുഗറിലുള്ള ബോണ്ടിന്റെ പേര് ഗ്ലൈക്കോസിഡിക് എന്നാണ്. ഇപ്പൊ 2 ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ചേർന്നാൽ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് വന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് മാൾട്ടോസ് എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാവും. ഇതിനെ നമുക്ക് ഡൈസാക്കറൈഡ് എന്ന് വിളിക്കാം. കാരണം ഇതിന്റെ അത് 2 ഗ്ലൂക്കോസ് ഉണ്ട്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല C12H22O11 ആണ്. നിങ്ങൾക്കറിയാം, ഒരു വാട്ടർ മോളിക്യൂൾ പോയ അവസ്ഥയിലാണ് അതിന്റെ അകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജന്റെയും മിസ്സിംഗ് ഉള്ളത്. ഈ ഒരു പ്രോസസ്സിനെ ഡീഹൈഡ്രേഷൻ സിന്തസിസ് എന്നാണ് വിളിക്കുക. മുന്നുള്ള പരീക്ഷയ്ക്ക് നീറ്റിൽ ഡീഹൈഡ്രേഷൻ സിന്തസിസിന്റെ കഥ വെച്ച് മോളിക്കുലർ ഫോർമുല ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. സെറ്റല്ലേ? അപ്പൊ മാൾട്ടോസ് നമ്മൾ കണ്ടു, 2 ഗ്ലൂക്കോസ് ചേർന്നാണ് മാൾട്ടോസ് ഉണ്ടാവുന്നത്. എന്നാൽ ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും ചേർന്നാൽ ഷൂക്രോസ് ആയി. അതേപോലെ ഒരു ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നാൽ ലാക്ടോസ് ആയി. ഇതെല്ലാം തന്നെ ഡൈസാക്കറൈഡ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് എപ്പോഴേലും ഗുണം ചെയ്താലോ. ഡൈസാക്കറൈഡ് പോലെ ഒലിഗോസാക്കറൈഡ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ ബയോളജിയിൽ ഡിസ്കഷൻ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അതിനെ മാറ്റിയാണ്. ഇനിയാണ് നമ്മൾ ശരിക്കും പോളിസാക്കറൈഡ്സിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധ ഒന്നുകൂടി കൂട്ടി വേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ പോളിസാക്കറൈഡ്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് പോളിസാക്കറൈഡ്സ് എന്നുള്ള പേരിൽ തന്നെ സൂചനയുണ്ട്. 1, 2, 3 ഒന്നുമല്ല, ഒരുപാട് മോണോസാക്കറൈഡ്സ് കൂടി ചേർന്ന വലിയൊരു ചെയിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ മോണോസാക്കറൈഡ്സുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിരനിരയായിട്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വെച്ച് കൂടി ചേർന്നാൽ നമുക്കതിനെ പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കാം. ഈ പോളിസാക്കറൈഡ്സ് ചെറിയ മോളിക്യൂൾസ് ഒന്നുമല്ല, വലിയ മോളിക്യൂൾസ് ആയിരിക്കും. കാരണം ഒരുപാട് മോണോസാക്കറൈഡ് കൂടിയതല്ലേ. അതുകൊണ്ട് ഇത് ബയോമോളിക്യൂൾസിന്റെ കൂട്ടത്തിലെ മാക്രോ മോളിക്യൂൾസിന്റെ കൂട്ടത്തിലാണ് പെടുക. അതുകൊണ്ട് തന്നെ ഇത് മോളിക്കുലാർ അനാലിസിസ് നടത്തുമ്പോൾ ട്രൈക്ലോറോ അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ആവില്ല, സോല്യൂബിൾ ആവില്ല. അതുകൊണ്ട് ഇൻസോല്യൂബിൾ പെല്ലറ്റിന്റെ, ആസിഡിൽ സോല്യൂബിൾ അല്ലാത്ത പെല്ലറ്റിന്റെ കൂട്ടത്തിൽ അഥവാ റെക്ടൻഡേറ്റിലാണ് നമുക്ക് ഈ പോളിസാക്കറൈഡ്സിനെ കിട്ടുക. അതുകൊണ്ട് തന്നെ പോളിസാക്കറൈഡ്സ് ഒരു മാക്രോ മോളിക്യൂൾ ആണ്, മറക്കരുത്. ഒരുപാട് മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നാണ് പോളിസാക്കറൈഡ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഏത്? സെല്ലുലോസ്. ഇതിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ മാത്രം ചേർന്നുണ്ടായ ഒരു പോളിമർ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഹോമോ പോളിമർ എന്ന് വിളിക്കാം. സെല്ലുലോസ് ഹോമോ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഇത് പ്ലാന്റ്സിന്റെ സെൽവാളുകളിൽ കാണുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഗ്ലൂക്കോസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഈ കന്നുകാലികൾ, ഹെർബിവോർസ് ആയിട്ടുള്ള ജീവികളില്ലേ, പ്ലാന്റിനെ ഭക്ഷണമാക്കുന്ന ജീവികളില്ലേ, ആ ജീവികളൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണല്ലോ. അപ്പൊ അവര് കഴിക്കുന്ന ചെടികളിൽ നിന്നെല്ലാം അവർക്ക് സെല്ലുലോസിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ആണ് കിട്ടുക. അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അത്രമാത്രം. നമ്മൾ ഇട്ടിരിക്കുന്ന കോട്ടന്റെ ഡ്രസ്സിലെ ഫൈബേഴ്സും നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബുക്കിലെ പേപ്പറും ഒക്കെ സെല്ലുലോസ് തന്നെയാണ് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഘടകമല്ലേ, മറക്കല്ലേ. സെല്ലുലോസിന്റെ പേരിന്റെ കണക്ഷനും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെൽവാളിൽ കാണുന്ന ഷുഗർ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെല്ലുലോസ് എന്ന് വിളിക്കുക. ഒന്നുകൂടി എളുപ്പമായില്ലേ. ഇത് പ്ലാന്റ്സിന്റെ സെൽവാളിന്റെ കഥ. എന്നാൽ ഇതുപോലെ തന്നെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിലൂടെ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് കൂട്ടിച്ചേർത്ത് അത് അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കോസുകൾ കൂട്ടിച്ചേർത്തിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യും. ആ രൂപത്തിന്റെ പേരല്ലേ സ്റ്റാർച്ച്. പ്ലാന്റ്സിലെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി അല്ലേ സ്റ്റാർച്ച്. ആ സ്റ്റാർച്ച് അല്ലേ വിത്തില് അല്ലെങ്കിൽ റൂട്ടിൽ അല്ലെങ്കിൽ സ്റ്റെമ്മില് അല്ലെങ്കിൽ ലീഫിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ആ സ്റ്റാർച്ചും ആയിരക്കണക്കിന് ഗ്ലൂക്കോസ് മോളിക്യൂൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു പോളിസാക്കറൈഡ് ആണ്. അതും ഹോമോ പോളിമർ ആണ്. കാരണം സ്റ്റാർച്ചിലും ഗ്ലൂക്കോസ് തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റാർച്ച് ഒരു ഹോമോ പോളിമർ ആണെന്ന് നമുക്ക് മനസ്സിലായി. സ്റ്റാർച്ചിനെ പറ്റിയുള്ള 2 കാര്യങ്ങളും കൂടി നമ്മൾ എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ നമുക്ക് വേറെ കുറെ മെച്ചങ്ങളുണ്ട്. അതിലൊന്ന്, സ്റ്റാർച്ചിൽ 2 ചെയിനുകളുണ്ട്. ഗ്ലൂക്കോസിന്റെ തന്നെ 2 ചെയിനുകളുണ്ട്. ഗ്ലൂക്കോസിന്റെ ലീനിയർ ചെയിൻ നമ്മൾ വിളിക്കുന്ന പേര് അമൈലോസ് എന്നാണ്.
നേരെയുള്ള ചെയിൻ. അതേപോലെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിനും ഉണ്ട്. ഗ്ലൂക്കോസ് കൊണ്ട് തന്നെയുള്ള ബ്രാഞ്ചസ് ഉള്ള ഒരു ചെയിൻ, അതിന്റെ പേരാണ് അമൈലോപെക്റ്റിൻ. ഇതിൽ ഈ അമൈലോസ് എന്ന് പറഞ്ഞ ലീനിയർ ചെയിൻ ഉണ്ടല്ലോ, അത് സ്പൈറലി കോയിൽ ചെയ്ത് ഹെലിക്സ് ആവും. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിംഗ് ഒക്കെ പോലെയുള്ള സംഭവമല്ലേ, നമ്മളെ DNA-ക്കൊക്കെ പ്രോട്ടീനൊക്കെ ഈ സ്ട്രക്ചർ വരാറുണ്ട്. അങ്ങനെയുള്ള ഹെലിക്കൽ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി സ്ട്രക്ചർ എന്നാണ്. അപ്പൊ സ്റ്റാർച്ചിലെ അമൈലോസിനും ഈ സ്വഭാവമുണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പൊ ഈ സെക്കൻഡറി സ്ട്രക്ചറിന്റെ ഹെലിക്സിന്റെ ഉള്ളില് അയോഡിനെ ഹോൾഡ് ചെയ്യാൻ സ്റ്റാർച്ചിനെ കൊണ്ട് പറ്റും. ഇങ്ങനെ ഈ സ്റ്റാർച്ചിന്റെ ഹെലിക്സിനുള്ളിലേക്ക് അയോഡിൻ അറ്റാച്ച്ഡ് ആയാൽ ആ കോംപ്ലക്സിന് ബ്ലൂ കളറാണ്. അപ്പൊ സ്റ്റാർച്ച് എവിടെ ഉണ്ടോ അവിടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റാർച്ചുള്ള ഗ്രൂപ്പിലേക്ക് നമ്മൾ അയോഡിൻ സൊല്യൂഷൻ ഇട്ടിച്ചാൽ മതി. നീല കളർ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പ് അവിടെ എന്തുണ്ട്, സ്റ്റാർച്ച് ഉണ്ട്. സെറ്റല്ലേ? അപ്പോൾ ഈ ഹെലിക്സ് അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഈ നീല കളർ കിട്ടുന്നത്. ഈ സെല്ലുലോസിൽ ഇത് നടപ്പില്ല, കാരണം സെല്ലുലോസിന് കോംപ്ലക്സ് ഹെലിക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് ബ്ലൂ കളർ തരില്ല. റെഡിയല്ലേ? ഇനി പ്ലാന്റ്സ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡാണല്ലോ നമ്മളെടുത്ത് കഴിക്കുന്നത്. സീഡായും ഫ്രൂട്ടായും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി വില്ലസ് വഴി ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ നമ്മൾ കഴിച്ചതിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലോ ആ എക്സ്ട്രാ ഉള്ള ഗ്ലൂക്കോസിനെ ലിവറിൽ കൊണ്ടുപോയി ഇൻസുലിന്റെ സഹായത്തോടെ അതിനെ മൊത്തം കൂട്ടിച്ചേർത്ത്, ആ ഗ്ലൂക്കോസുകളെ മൊത്തം കൂട്ടിച്ചേർത്ത് ഗ്ലൈക്കോജൻ ആക്കും. എന്നിട്ട് നമ്മളെ ബോഡിയിൽ മസിലും ലിവറിലും ഒക്കെ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആനിമൽസ് കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. ഗ്ലൈക്കോജനും ഗ്ലൂക്കോസുകൾ മാത്രം ചേർന്ന ഒരു മാലയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലൈക്കോജൻ ഒരു ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് അല്ലേ? ഇപ്പൊ 3 ഹോമോപോളിമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് പഠിച്ചില്ലേ? സെല്ലുലോസും ഗ്ലൈക്കോജനും സ്റ്റാർച്ചും ഒക്കെ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൈക്കോജനെ നമ്മൾ ആനിമൽ സ്റ്റാർച്ച് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ആനിമൽസിലെ സ്റ്റോറേജ് ഫോം ഓഫ് എനർജിയാണ് എന്ത്, ഗ്ലൈക്കോജൻ. ഈ ഗ്ലൈക്കോജന് അമൈലോപെക്റ്റിന്റെ അതേ സ്ട്രക്ചറാണ്, അതായത് ബ്രാഞ്ചഡ് ആയിട്ടുള്ള പോളിമറാണ് ഗ്ലൈക്കോജൻ. അതിന്റെ സ്ട്രക്ചർ നമ്മളെ ടെക്സ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഇത് മറക്കരുത് കേട്ടോ. സെറ്റല്ലേ? ഇനി എല്ലാ പോളിസാക്കറൈഡ്സിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിനൊരു റെഡ്യൂസിങ് എൻഡും ഉണ്ട്, നോൺ റെഡ്യൂസിങ് എൻഡും ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഇലക്ട്രോണുകൾ കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റെഡ്യൂസിങ് ആണോ നോൺ റെഡ്യൂസിങ് ആണോ എന്നൊക്കെ പറയാം. നമ്മൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു പോളിസാക്കറൈഡിന്റെ റൈറ്റ് എൻഡ് റെഡ്യൂസിങ്ങും ലെഫ്റ്റ് എൻഡ് നോൺ റെഡ്യൂസിങ്ങും ആയിരിക്കും. ഈ പോയിന്റ് മറക്കരുത്. ഇതിൽ നിന്നൊക്കെ അല്പം ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു പോളിമറാണ് ഇനുലിൻ. ഇനുലിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് എന്നൊക്കെ പറയാം. കാരണം ലോകത്തിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഷുഗർ ഫ്രക്ടോസ്. ആ ഫ്രക്ടോസുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ സംഭവമാണ് ഇനുലിൻ. വായിക്കുമ്പോൾ തെറ്റരുത്, ഇൻസുലിൻ എന്ന് വായിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്, ഇനുലിൻ ഒരു പോളിസാക്കറൈഡ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രക്ടോസ് കൊണ്ടാണ്. ഓക്കെ ആണ്. ഇനി നിർബന്ധമായും ഓർക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസാക്കറൈഡ് ആണ് കൈറ്റിൻ. കൈറ്റിൻ നിങ്ങൾ ഏതായാലും കേൾക്കാതിരിക്കില്ല. ആർത്രോപോഡയുടെ എക്സോസ്കെൽറ്റനിലും അതേപോലെ തന്നെ ഫംഗസിന്റെ സെൽവാളിലും ഒക്കെ നമ്മൾ കൈറ്റിൻ കാണാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പല ചാപ്റ്ററുകളിൽ കണക്ഷൻ വരുന്നതാണ്, മറക്കരുത്. ഇതൊരു മോഡിഫൈഡ് ഷുഗറിന്റെ പോളിസാക്കറൈഡ് ആണ്. എന്താ ഈ മോഡിഫൈഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ? ഉദാഹരണം അമിനോ ഷുഗേഴ്സ്. അതായത് സാധാരണ ഒരു ഗ്ലൂക്കോസിൽ അല്ലെങ്കിൽ ഗാലക്ടോസിലൊന്നും നമ്മൾ അമിനോ ഗ്രൂപ്പിനൊന്നും കാണില്ല. അപ്പോൾ സാധാരണ ഗ്ലൂക്കോസിൽ കാണാത്ത ചില ഗ്രൂപ്പുകൾ കയറി വന്നാൽ, ഉദാഹരണത്തിന് അമിനോ ഗ്രൂപ്പുകളൊക്കെ കയറി വന്നാൽ അതിനെ നമുക്ക് ഗ്ലൂക്കോസമൈൻ, ഗാലക്ടോസമൈൻ എന്നൊക്കെ വിളിക്കാം. ഇങ്ങനെയുള്ള ഷുഗേഴ്സിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള മോഡിഫൈഡ് ഷുഗേഴ്സ് കൂടിച്ചേർന്നുണ്ടായ ഒരു ഉഗ്രൻ പോളിസാക്കറൈഡ് ആണ് നമ്മളുടെ കൈറ്റിൻ. കൈറ്റിൻ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസമൈൻ കൂട്ടിച്ചേർത്തിട്ടാണ്. ഇതൊരു ഹോമോപോളിമറാണ്. അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന് വിളിക്കുന്ന മോണോമറാണ് കൈറ്റിനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡുകളും ഭൂമിയിലുണ്ട്. അപ്പൊ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൈറ്റിൻ. ഇത്രയും പോളിസാക്കറൈഡ്സ് ആണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരു മാർക്ക് പോലും കളയരുത്. ഒന്നുകൂടി കേൾക്കണം തോന്നിയാൽ നേരെ റിവൈൻഡ് ചെയ്യുക, പഠിക്കുക, സെറ്റ് ആവും. അപ്പൊ താങ്ക് യു ഓൾ.